നമസ്തേ. ഒരു പൊട്ട്, അത്രമാത്രം. നെറ്റിയിൽ ഒരു പൊട്ട് തൊട്ടതിനാണ് അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു ഇന്ത്യൻ അമേരിക്കൻ ഡോക്ടർക്ക് നേരെ വംശീയ അധിക്ഷേപങ്ങളുടെ പെരുമഴ. ഇന്ത്യയിലേക്ക് തിരികെ പോ എന്നുവരെ പറഞ്ഞപ്പോൾ അവർ പേടിച്ച് പിൻവാങ്ങിയില്ല. മറിച്ച് ലോകത്തോട് ഹിന്ദു സംസ്കാരത്തിന്റെ യഥാർത്ഥ അർത്ഥം പറഞ്ഞുകൊടുത്തു. ആരാണ് ഈ ഡോക്ടർ? എന്താണ് അവർ പറഞ്ഞത്? നോക്കാം. നമസ്കാരം. തത്വമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയ ഇന്ന് ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള വേദി മാത്രമല്ല, പലപ്പോഴും വിദ്വേഷം പരത്താനുള്ള ഇടമായും മാറുകയാണ്. എന്നാൽ അത്തരം ആക്രമണങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാതെ സ്വന്തം വിശ്വാസവും സംസ്കാരവും ആത്മവിശ്വാസത്തോടെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് സമൂഹത്തിന് യഥാർത്ഥ മാതൃക. അത്തരത്തിൽ അമേരിക്കയിൽ ജനിച്ചു വളർന്ന പ്രമുഖ ഇന്ത്യൻ അമേരിക്കൻ ഡോക്ടർ കരിഷ്മ റെഡ്ഡി അടുത്തിടെ നേരിട്ട അനുഭവമാണ് ലോകശ്രദ്ധ നേടുന്നത്. നെറ്റിയിൽ പൊട്ടു ധരിച്ചതിന്റെ പേരിൽ വംശീയ അധിക്ഷേപങ്ങൾ നേരിട്ടെങ്കിലും അതിന് അവർ നൽകിയ മറുപടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ചയായിരിക്കുന്നത്. അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു പ്രമുഖ ഇന്ത്യൻ അമേരിക്കൻ ഡോക്ടർ നെറ്റിയിൽ പൊട്ടു തൊട്ടതിന്റെ പേരിലാണ് അധിക്ഷേപത്തിന് ഇരയായത്. പക്ഷേ വിദ്വേഷ കമന്റുകൾ കേട്ട് ഓടി ഒളിക്കുകയല്ല, തിരിച്ചടിക്കുകയായിരുന്നു ഡോക്ടർ കരിഷ്മ റെഡ്ഡി ചെയ്തത്. ഒരു രോഗിയെ ചികിത്സിച്ചതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈയിടെ ഡോക്ടർ കരിഷ്മ റെഡ്ഡി ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ഈ വീഡിയോയ്ക്ക് മറുപടി പറയുന്നതിന് പകരം ഡോക്ടർ കരിഷ്മ റെഡ്ഡിയുടെ നെറ്റിയിലെ പൊട്ടിനെക്കുറിച്ചാണ് നിറയെ വിദ്വേഷ കമന്റുകൾ എത്തിയത്. അത് ഈ കമന്റുകൾ എന്നത് ഈ ഡോക്ടറെ ഒരുപാട് വേദനിപ്പിച്ചു. ആ വീഡിയോ ഒന്ന് കണ്ടാലോ? ഇതാണ് ആ വീഡിയോ. As a medical student, when you go on your rural rotations, nobody really prepares you well for those. So I went to the Medical College of Georgia. I showed up in this tiny town. I was seeing this man for diabetes, and his wife asked me why I wore a dot. And before I could even explain, her husband was like, "I'll tell you why she wears that dot. When she gets married, her husband scratches it off and finds out if he won a motel or a gas station." I drove home in silence a lot of those days. പൊട്ടു തൊടണമെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകൂ എന്നുവരെ വിദ്വേഷ കമന്റുകൾ വന്നിരുന്നു. ഒരു നെറ്റിയിൽ പൊട്ടു തൊട്ടതിന്റെ പേരിൽ കടുത്ത വംശീയ അധിക്ഷേപങ്ങൾ കേട്ട ഡോക്ടർ കരിഷ്മ റെഡ്ഡി പക്ഷേ ഒളിച്ചോടാൻ തയ്യാറായിരുന്നില്ല. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇതുവരെ ഇത്രയധികം ഇന്ത്യാവിരുദ്ധ വിദ്വേഷം താൻ നേരിട്ടിട്ടില്ലെന്ന് ഡോക്ടർ കരിഷ്മ റെഡ്ഡി പറയുന്നു. കരിഷ്മ റെഡ്ഡി ഈ കമന്റുകളോട് പ്രതികരിക്കുന്നൊരു വീഡിയോയുമുണ്ട്. ആ വീഡിയോ ഇതാണ്. Earlier this week, I made a reel about a patient encounter regarding my bindi, and it was a light, fun memory that I have. But wow, the comment section went absolutely nuts. I have never seen so much anti-Indian rhetoric in my entire life. And I might be naive to that because I've spent a lot of my life in a healthcare setting, in the hospital and clinics. And in the healthcare setting, Indian people aren't really seen as a minority. There's so many of us in healthcare. I've always been treated for the most part with kindness and respect from my colleagues. And maybe that's why I'm a little bit more naive to this level of hatred. But a lot of these comments were regarding telling me to go back to India. I was born and raised here in America. And a lot of fixation with cows. So just to clarify that, Hindu people don't eat beef. And the main reason for that is not because we have a sacred text telling us not to eat cows. It's because in the olden days when a lot of women died in childbirth, babies survived off of cow's milk. So out of respect for the cow, for giving humans the gift of life, we do not slaughter or kill cows. It's really not any deeper than that. I will say, I don't know when society pivoted to feeling so comfortable saying hateful things online, but it makes me really sad. And at the end of the day, you will never lose anything by treating people with kindness and respect and learning more about their backgrounds and cultures. I am very grateful to all the people who did take up for me. I appreciate you. And I hope that this at least opened your mind to Hinduism and cows and cleared that all up, because I don't know what in the Ripleys, believe it or not, happened where people think we're worshiping them and doing weird things with their pee. I don't know. Be kind, please.
എന്തുകൊണ്ട് ഹിന്ദുക്കൾ പശുവിനെ ഇത്രമേൽ ആരാധിക്കുന്നു? ഹിന്ദുക്കൾ പശുവിനെ ആരാധിക്കുന്നത് മതപരമായ ആചാരമായല്ല, മറിച്ച് ആഴത്തിലുള്ള സംസ്കാരത്തിൻ്റെയും നന്ദിയുടെയും ഭാഗമായാണെന്ന് ഡോക്ടർ റെഡ്ഡി കരിഷ്മ റെഡ്ഡി തൻ്റെ വീഡിയോയിലൂടെ കൃത്യമായി വിശദീകരിച്ചു. പഴയ കാലത്ത് പ്രസവത്തിനിടയിൽ അമ്മമാരെ നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്തിയത് പശുവിൻ പാലും സംരക്ഷണവുമാണ്. മനുഷ്യർക്ക് ജീവൻ നൽകിയ ആ മൃഗത്തോടുള്ള ആദരസൂചകമായാണ് ഹിന്ദുക്കൾ പശുക്കളെ ഉപദ്രവിക്കുകയോ ഗോമാംസം കഴിക്കുകയോ ചെയ്യാത്തത്. ഇതിൽ യാതൊരുവിധ ദുരൂഹതകളുമില്ലെന്നും ആളുകളെ ഓൺലൈനിൽ ഇത്രമേൽ വെറുപ്പ് തുപ്പുന്നത് ഡോക്ടറുടെ ഈ ധീരമായ പ്രതികരണത്തിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനകം ആ വീഡിയോ കണ്ടിരിക്കുന്നത്. ഒരു ചെറിയ പൊട്ട് പോലും ചിലരുടെ കണ്ണിൽ വിദ്വേഷത്തിന് കാരണമാകാം. പക്ഷേ അതേ പൊട്ട് തന്നെ സ്വന്തം സംസ്കാരത്തോടുള്ള അഭിമാനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമാകാമെന്ന് ഡോക്ടർ കരിഷ്മ റെഡ്ഡി തെളിയിച്ചു. ഓൺലൈൻ വിദ്വേഷം കൊണ്ട് മറുപടി പറയാതെ തൻ്റെ സംസ്കാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പശ്ചാത്തലം ശാന്തമായും യുക്തിപരമായും വിശദീകരിച്ച അവരുടെ സമീപനമാണ് ഇന്ന് ലോകമെമ്പാടും അഭിനന്ദിക്കപ്പെടുന്നത്. ഈ സംഭവത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായി നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്തേ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.